ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ 99 പേര്. ആ 99 പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കിയിരുന്ന ഒരു ഇസ്മുണ്ട്. നബിതങ്ങൾ സ്ഥിരമായി ചൊല്ലിയിരുന്ന, പതിവായി ചൊല്ലിയിരുന്ന ഒരു ഇസ്മ. അതുകൊണ്ട് തന്നെ നബിതങ്ങൾക്ക് പല പ്രത്യേകതയും ഈ ഇസ്മ കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയിരുന്നു എന്ന് നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ഇസ്മ, അതോടൊപ്പം തന്നെ മറ്റൊരു ഇസ്മ, നമ്മളൊക്കെ ചൊല്ലിയിരിക്കേണ്ട ഇസ്മ. ആ ഇസ്മ ഏതൊക്കെയാണ്, ഈ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ, അത് ഏത് സമയത്ത് പറയണം, എത്ര പ്രാവശ്യം വീതം പറയണം, തുടങ്ങിയുള്ള നിരവധി അനവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അവസാനം വരെ കാണുക. ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ ഇത് കേട്ട് പഠിക്കട്ടെ, അവരൊക്കെ പറയട്ടെ. അതിൻ്റെ പ്രതിഫലവും നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. അപ്പോൾ അള്ളാഹുവിൻ്റെ സുന്ദരമായ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട, നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട 2 ഇസ്മുകൾ, അതിൻ്റെ നേട്ടങ്ങൾ, മഹത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. അവസാനം വരെ കാണാൻ മറക്കണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന, നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന, ഒരുപാട് നാം ഇഷ്ടപ്പെടുന്ന നിരവധി അനവധി ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും എല്ലാവിധ സംതൃപ്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോക മുസൽമാന്, പ്രത്യേകിച്ച് ഗസയിൽ, ഫലസ്തീനിൽ, അവിടെയൊക്കെ മുഴുപട്ടിണിയാണ്. ഒരുപാട് പ്രയാസത്തിൽ, സങ്കടത്തിൽ നമ്മുടെ സഹോദരന്മാർ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ദുആകളിൽ, നമ്മുടെ എല്ലാവരുടെയും ദുആകളിൽ, വ്യക്തിപരമായ ദുആയിൽ, കൂട്ടമായ ദുആയിലൊക്കെ നമ്മുടെ ആ ഫലസ്തീനിലെ, ഗസയിലെ ആ ഉമ്മമാരെ, സഹോദരങ്ങളെ, പിഞ്ചു മക്കളെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഓർക്കാൻ വിട്ടുപോകരുത് കേട്ടോ. നമ്മളെപ്പോൾ ദുആ ചെയ്താലും മലയാളത്തിൽ പറഞ്ഞാൽ മതി, പടച്ചോനെ ആ പാവപ്പെട്ട ഗസയിലെ, ഫലസ്തീനിലെ ആ മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ എന്നൊക്കെ നമ്മൾ നിരന്തരമായി ദുആ ചെയ്യണം. കാരണം നമ്മുടെ തൊട്ടടുത്താണ് അവരുള്ളതെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഒന്നിനും പറ്റാത്ത അവസരമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലവണ്ണം ആത്മാർത്ഥമായ ദുആയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ഒരു ദുആ ആ പാവപ്പെട്ട ഉമ്മമാർക്കും ഒപ്പമാർക്കും ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹ്റിനെ തൊട്ട് റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിരവധി ആളുകൾ ചോദിച്ചു, ഉസ്താദേ, പലരും ഇപ്പോൾ ഫോണിൽ വിളിച്ചും അല്ലാതെ നേരിട്ടും ഒക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ, ഞങ്ങൾക്ക് സ്ഥിരമായി പറയാൻ പറ്റിയ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പറഞ്ഞു തരുമോ? അപ്പോൾ ഞാനൊരു ഇസ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും പല പ്രയാസങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലാറുണ്ട്, യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലാറുണ്ട്. അതൊക്കെ വളരെ പുണ്യമുള്ള ഇസ്മാണ്, വളരെയധികം പുണ്യമുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള ഇസ്മുകളാണ്. അതൊക്കെ നിത്യമാക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഖൈറാൻ. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹു തആലയുടെ ഒരു പുണ്യമായ 2 ഇസ്മുകൾ. ഇതിൽപ്പെട്ട ഒരു ഇസ്മ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഇസ്മായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അല്ലാഹു തആലയുടെ മറ്റൊരു ഇസ്മുണ്ട്. ആ ഇസ്മ നമ്മൾ മുറുകെ പിടിച്ചാൽ ജീവിതം വിജയിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ പലരുമൊക്കെ പറയാറുണ്ട്, ഉസ്താദെ, ഞങ്ങൾ ഒരുപാട് ഇസ്മെന്ന് പറഞ്ഞാൽ മുഴുവൻ 99 അള്ളാഹുവിൻ്റെ പേരും ഞങ്ങൾ എടുത്തെടുത്ത് പറയാറുണ്ട്, എന്നിട്ട് വലിയ ഗുണമൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, ഞാനിപ്പോൾ എല്ലാ നമസ്കാരത്തിന് ശേഷം 11 വട്ടം അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എനിക്കെന്താണ് ഒരു മാറ്റമില്ലാത്തത്, അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിലൊന്നും വലിയൊരു പ്രയാസമൊന്നും മാറുന്നില്ലല്ലോ, കുടുംബത്തിലൊരു സമാധാനമൊന്നും ഇല്ലല്ലോ, ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ പറയുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഇവിടെ 2-3 കണ്ടീഷൻ ഉണ്ട്. അതായത് ഒരാൾ അള്ളാഹുവിൻ്റെ ഇസ്മു ചൊല്ലുന്ന സമയത്ത് ചുമ്മാ ഒരാൾ ഇസ്മു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല, മറിച്ച് നിർബന്ധമായ കാര്യങ്ങൾ അവൻ ചെയ്യണമെന്നാണ്. നിർബന്ധമായ കാര്യങ്ങൾ, ഇപ്പോൾ നിസ്കാരം, അത് നമുക്ക് നിർബന്ധമാണ്, ആണിനും പെണ്ണിനും ഒക്കെ നിർബന്ധമാണ്. പക്ഷെ പലരും ആ നിസ്കാരത്തെയൊക്കെ ഉപേക്ഷിക്കുന്നു, തോന്നുമ്പോൾ നിസ്കരിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇസ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവില്ല. നിത്യമായി നമ്മൾ നിസ്കരിക്കുക, അതായത് കൃത്യമായി നിസ്കരിക്കുക, നിസ്കാരം ഖളാ ആക്കരുത്. അതോടൊപ്പം തന്നെ ആ നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഇനി പറയുന്ന ഇസ്മുകളൊക്കെ ചൊല്ലിയാൽ അതിൻ്റെ ഉപകാരം നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഥ്യം നോക്കുക. പഥ്യം എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. നമ്മുടെ രോഗം, ആ രോഗം മാറാൻ പഥ്യം
ആരോഗ്യം നോക്കണം, അതോടൊപ്പം തന്നെ മെഡിസിനും കഴിക്കണം. മെഡിസിനാണ് ഈ ഇസ്മുകൾ, പഥ്യമാണ് നമ്മുടെ ഇബാദത്ത്. അപ്പോൾ ഇബാദത്ത് നമ്മൾ നിത്യമാക്കുക, കൃത്യമാക്കുക, അതോടൊപ്പം തന്നെ മെഡിസിൻ ആകുന്ന ഈ ഇസ്മുകൾ നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ ബെനിഫിറ്റ് നമുക്കുണ്ടാകും. മാത്രമല്ല പരമാവധിയൊക്കെ കിബിലക്ക് മുന്നിട്ടിരുന്ന് നമ്മൾ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തസ്ബീഹ് മാല പിടിച്ചിട്ട് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ, പല ചിന്തയാൻ ചിലപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ട് അവർ ചൊല്ലുന്നുണ്ട്, രണ്ട് വാട്സപ്പിൽ മെസ്സേജും ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല, ആത്മാർത്ഥതയോടുകൂടി ചൊല്ലണം. കാരണം അള്ളാഹുവിൻ്റെ പേരാ പറയുന്നത്. അത് എത്രമാത്രം നമ്മൾ വലിയ ഇഖ്ലാസോട് കൂടി ചൊല്ലുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ ഗുണം കിട്ടുക, ബെനിഫിറ്റ് കിട്ടുക. പിന്നെ മാത്രമല്ല അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ നല്ല രൂപത്തിൽ പറയണം. അള്ളാഹ് എന്നൊക്കെ അല്ലേ, യാ ലത്തീഫു യാ അള്ളാഹ്, ഉദാഹരണം പറഞ്ഞാൽ യാ ലത്തീഫു യാ അള്ളാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മാണ് പറയുന്നതെങ്കിൽ അത് അക്ഷരസ്ഫുടതയോടെ പറയണം, നല്ല രൂപത്തിൽ പറയണം. യാ അള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ് എന്നല്ല പറയേണ്ടത്, അള്ളാഹ് എന്ന് പറയണം. അള്ളാഹ് എന്ന പേര് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ അള്ളാഹ് എന്നല്ല പറയേണ്ടത്, അള്ളാഹ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇസ്മുകൾ പറയുമ്പോഴും അത് അക്ഷരം കൃത്യമാക്കി തന്നെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കെന്താണ്, നമ്മൾ ചൊല്ലുന്ന ഇസ്മുകൾക്ക്, അള്ളാഹുവിൻ്റെ പേരുകൾക്ക് അതുകൊണ്ടുള്ള എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, മൊത്തം അള്ളാഹുവിൻ്റെ മൊത്തം പേരുകൾ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുതകബ്ബിർ യാ അല്ലാ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഈ 99 പേരുകൾ അത് മുഴുവനും നമ്മൾ പറയൽ ഒരുപാട് നേട്ടമാണ്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഈ 99 പേരും നമ്മൾ പറഞ്ഞാൽ അത് വളരെ വളരെ ഗുണമാണ്. പ്രത്യേകിച്ച് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ 99 പേരുകളും പറയുകയാണ്, ഓരോ പ്രാവശ്യം വീതം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹു തആല അവൻ്റെയും പിന്നെ സ്വർഗത്തിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല, അവൻ മരണപ്പെട്ടാൽ നേരെ സ്വർഗത്തിലേക്കാണെന്നാണ്. എങ്ങനെ, ആയത്തുൽ കുർസീനെ പറ്റി നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ. ഒരു മനുഷ്യൻ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഈ 99 ഇസ്മുകൾ അവൻ ആവർത്തിച്ചു പറയുന്നു, ഓരോ വട്ടം വീതം. യാ അള്ളാഹു, യാ റഹ്മാനു യാ അള്ളാഹ്, യാ റഹീം യാ അള്ളാഹ്, യാ മലിക് യാ അള്ളാഹ്, യാ ഖുദ്ദൂസ് യാ അള്ളാഹ്. അങ്ങനെ ഓരോ ഇസ്മുകളും ഈ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും അവൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവൻ്റെയും പിന്നെ സ്വർഗത്തിൻ്റെയും ഇടയിൽ വേറെ ഒരു മറയുമില്ല, മറയുള്ളത് മരണമാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിലേക്കാണെന്നാണ്. എത്ര നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ, ഉമ്മമാരിൽ ഉപ്പമാരിൽ ഈ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പഠിക്കാൻ പറ്റാതെ പോയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പഠിച്ചെടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ അള്ളാഹുവിൻ്റെ ഈ 99 പേരുണ്ടല്ലോ, ഈ 99 പേരും അതിൻ്റെ അർത്ഥസഹിതം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അള്ളാഹു താല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. പിന്നെ അള്ളാഹുവിൻ്റെ ഈ ഇസ്മുകളിൽ, ഈ 99 ഇസ്മുകളിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 2 ഇസ്മുകളുണ്ട്. ഒന്നാമത്തെ ഇസ്മ് യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മാൻ. യാ അസീസു യാ അല്ലാഹ്. എന്താണ് യാ അസീസു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം പ്രൗഢിയുള്ളവൻ എന്നാണ്. പ്രൗഢിയുള്ളവൻ. യാ അസീസു യാ അല്ലാഹ്, പ്രൗഢിയുള്ള റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഈ ഇസ്മ യാ അസീസു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ അവൻ ചൊല്ലുന്നത് പതിവാക്കിയാൽ, 41 വട്ടം എല്ലാ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ യാ അസീസു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഈ ഇസ്മ അവൻ ചൊല്ലുന്നത് പതിവാക്കിയാൽ അവനിക്ക് എന്തുണ്ടാകും, അവൻ്റെ കടങ്ങൾ വീട്ടപ്പെടും. മാത്രമല്ല ഐശ്വര്യമുണ്ടാകും, പ്രയാസങ്ങൾ നീങ്ങും. മാത്രമല്ല റിസ്ക്, അവൻ്റെ റിസ്ക് അതായത് ജീവിത വിഭവങ്ങൾ, അതിൽ അള്ളാഹു തആല വിശാലത കൊടുക്കുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. വീണ്ടും കാണാം, യാ അസീസു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ഒരു മനുഷ്യൻ 658 പ്രാവശ്യം, ഓരോ അതതുണ്ട്, ഓരോ എണ്ണമുണ്ട്. അപ്പോൾ 658 പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാൽ, എല്ലാ ദിവസവും അവൻ ഓതുകയാണെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവുമുള്ള കാര്യങ്ങൾ, അതായത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. മാത്രമല്ല ഓരോ ദിവസവും സന്തോഷമുള്ള പുതിയ പുതിയ വാർത്തകൾ അവനിക്ക് കേൾക്കാൻ പറ്റുമെന്നാണ്. യാ അല്ലാഹു, യാ അസീസു, യാ സലാമു എന്നീ ഇസ്മുകൾ. എങ്ങനെ, യാ അല്ലാഹു, യാ അസീസു, യാ സലാമു, 3 ഇസ്മുകൾ. യാ അല്ലാഹു, യാ അസീസു, യാ സലാമു. ഈ 3 ഇസ്മുകൾ ഒരു മനുഷ്യൻ 291 പ്രാവശ്യം 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം പറയുകയാണെങ്കിൽ സിഹർ,
അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തൊക്കെ മനുഷ്യപരമായ പിശാചപരമായ ഉപദ്രവങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം വലിയ കാവലുണ്ടാകും. വലിയ പ്രതിഫലമാണ്. 291 വട്ടം യാ അല്ലാഹു, യാ അസീസു, യാ സലാമു എന്നീ 3 ഇസ്മുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സിഹിർ, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഷർറുണ്ടോ അതിനെ തൊട്ടെല്ലാം കാവലുണ്ടാകും. 291 പ്രാവശ്യം അവൻ പറഞ്ഞിട്ട് ദുആ ചെയ്യണം. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേടിക്കിട്ടാനുണ്ടെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം അവൻ 2 റക്അത്ത് നമസ്കരിക്കുക. ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം. എന്നിട്ട് അവൻ നല്ല സ്ഫുടതയോടെ നല്ല രൂപത്തിൽ അക്ഷരത്തെറ്റൊന്നുമില്ലാതെ യാ അസീസു യാ അല്ലാ എന്ന് 666 വട്ടം, ഓരോന്നിനും ഓരോ എണ്ണമുണ്ട്, ഇതൊക്കെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നതാണ്. 666 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ഇസ്മു പറഞ്ഞ് ഇശാ നമസ്കാരത്തിന് ശേഷം അവൻ 2 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് 666 പ്രാവശ്യം ഈ യാ അസീസു യാ അല്ലാ എന്ന ഇസ്മു അവൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ എന്ത് ആഗ്രഹമാണോ അവൻ്റെ മുന്നിലുള്ളത് അത് അവനിക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമെന്നും മഹത്തുക്കൾ ഈ ഇസ്മിൻ്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് പറയുന്നതായി കാണാൻ പറ്റും. അപ്പോൾ യാ അസീസു യാ അല്ലാ എന്ന ഇസ്മിൻ്റെ നേട്ടം മനസ്സിലായില്ലേ? ഇനി അടുത്ത ഒരു ഇസ്മ നമുക്ക് പഠിച്ചാലോ? അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരുകളിൽ ഒന്നാണ് യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മ. യാ ജബ്ബാറു യാ അല്ലാ, എന്താ ഇതിൻ്റെ അർത്ഥം? ജബ്ബാർ എന്ന വാക്കിൻ്റെ അർത്ഥം, ഇസ്മിൻ്റെ അർത്ഥം സർവശക്തൻ എന്നാണ്. എല്ലാത്തിനും കഴിവുള്ളവൻ, സർവ്വ കാര്യങ്ങൾക്കും ശക്തിയുള്ളവൻ, സർവ്വ കാര്യങ്ങൾക്കും എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ ഏകദേശം അർത്ഥം വരുന്ന യാ ജബ്ബാറു യാ അല്ലാ. ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്ന് നബിതങ്ങൾ അധികരിപ്പിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇസ്മിനെ പതിവാക്കിയിരുന്നു, അധികരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും മധുരമുള്ള വസ്തുക്കളൊക്കെ കഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മധുരമുള്ള വസ്തുവിൻ്റെ അടുക്കൽ പോയിരുന്നാൽ ഒക്കെ ഈച്ച നമ്മുടെ ശരീരത്ത് വന്നിരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടിയാലും ഈച്ച ചിലപ്പോൾ പോകില്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്ന് ഇരിക്കാറില്ല, ഈച്ച വന്നിരിക്കൂല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോട്ടുവ ഇല്ലേ, ക്ഷീണപരമാന്ന് പറഞ്ഞാൽ കോട്ടുവയില്ല, കോട്ടുവ ഇല്ല. നബി തങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള 10 പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിലേക്ക് കടന്നിട്ട് നമുക്കതൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇസ്മു പതിവാക്കിയിരുന്നു. അതിനാൽ നബി തങ്ങൾക്ക് ഈച്ചയുടെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മ ഇത് വളരെ പുണ്യമുള്ള ഇസ്മാണ്. എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ 26 പ്രാവശ്യം യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മ അവൻ പതിവാക്കിയാൽ ഒരു തരത്തിലുള്ള അക്രമിയുടെയും അക്രമം അവന് കേൾക്കൂല. അക്രമി എന്ന് പറയുമ്പോൾ അത് മനുഷ്യനിൽ അക്രമിയുണ്ട്, അതുപോലെ തന്നെ പിശാജ് അക്രമിയാണ്, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ജന്തുക്കൾ അല്ലേ, അതുപോലെ ഇഴജന്തുക്കൾ, അതൊക്കെ പലതും അക്രമികളാണ്. അപ്പോൾ ഈ അക്രമിക്കുന്ന, നമ്മെ ഉപദ്രവിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഉപദ്രവവും നമുക്ക് കേൾക്കൂല, ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യണം? ഈ ഒരു ഇസ്മ യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 26 പ്രാവശ്യം വീതം പറ്റുന്നവർ ഓതുക. പിന്നെ ഈ ഇസ്മിനെ പറ്റി വീണ്ടും പറയുന്നു, ഭാര്യയോ ഭർത്താവോ അതുപോലെ തന്നെ മക്കളോ അനുസരണയില്ല, ഭാര്യയെ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ്, ഭാര്യയുടെ സ്വഭാവം മോശമാണ്, അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവം മോശമാണ്, അങ്ങനെ സ്വഭാവ ദൂഷ്യം ഉള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇസ്മ പതിവായി ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുക. യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന് നമ്മൾ ഈ ഇസ്മ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പഠിച്ചോനെ എൻ്റെ ഭാര്യയുടെ സ്വഭാവം നീ നന്നാക്കി തരണം, അള്ളാഹു എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കി തരണം, അള്ളാഹു എൻ്റെ മക്കളുടെ സ്വഭാവം നീ നന്നാക്കി തരണമെന്ന് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എന്താണ്, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ സ്വഭാവം സംസ്കരിക്കപ്പെടുമെന്ന് നമുക്ക് കിതാബിൽ കാണാം. പിന്നെ ഒരാൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നു എന്ന് പറയും, അതായത് ഇപ്പോൾ വീട് നമ്മൾ വാങ്ങാൻ പോകുന്നു, അപ്പോൾ അതിന് വീട് വാങ്ങുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, ആ പൈസ എത്രയാണ്, അങ്ങനെ സംസാരം. പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹം ഉറപ്പിക്കാൻ നമ്മൾ പോകില്ലേ, അതിന് മുമ്പ് ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, നിശ്ചയം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അത് നമ്മൾ ഡീല് ചെയ്യാൻ വേണ്ടി പോകാന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ ഇസ്മ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നതെങ്കിൽ, യാ ജബ്ബാറു യാ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ ഏർപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ ഇവനിക്ക് ഖൈറായിരിക്കും, ഇവൻ പറ്റിക്കപ്പെടില്ല, ഇവനിക്ക് ഖൈറായിരിക്കും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ ഈ ഇസ്മിൻ്റെ മഹത്വവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ സുന്ദരമായ 2 ഇസ്മുകൾ
ഒന്ന് യാ അസീസു യാ അള്ളാഹ് എന്ന ഇസ്മ, രണ്ട് യാ ജബ്ബാറു യാ അള്ളാഹ് എന്ന ഇസ്മ. ഈ രണ്ട് ഇസ്മുകളാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ 99 പേരുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഷാ അള്ളാഹ് അത് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ പറയണം. ഇതിപ്പോൾ പറഞ്ഞത് ഈ രണ്ട് ഇസ്മുകളുടെ പ്രത്യേകതയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇസ്മുകൾ യാ അസീസു യാ അള്ളാഹ് എന്ന ഇസ്മ, യാ ജബ്ബാറു യാ അള്ളാഹ് എന്ന ഇസ്മ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ട് അധികരിപ്പിക്കാൻ, ഈ ഇസ്മുകൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതല്ലാതെ നിരവധി നേട്ടങ്ങൾ വേറെയുണ്ട്. ഈ രണ്ട് ഇസ്മും അധികരിപ്പിച്ച് ഇതൊക്കെ നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണേ. രാവിലെ തന്നെ ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ തന്നെ, അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഉടൻ തന്നെ കമൻറ്റിൽ എഴുതുന്ന, അല്ലേ, ഫസ്റ്റ് കമൻറ്റ് സെക്കൻഡ് കമൻറ്റൊക്കെ ആയിട്ട് എത്രയോ ആളുകൾ, ഞാനാണ് ഫസ്റ്റ് കമൻറ്റ് ഇട്ടത്, ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടു കൂടി ദുആ വസിയത്ത് പറയുന്ന നിരവധി ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉസ്താദ് ഞങ്ങൾക്ക് കമൻറ്റ് ഇടാനൊന്നും അറിയില്ല, എൻ്റെ പേരക്കുട്ടിയാണ് ഈ ഫോണ് ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ക്ലാസ് വെച്ച് തരുന്നത്, അങ്ങനെ പറയുന്ന പല ഉമ്മമാരും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, എന്തുമാവട്ടെ, ആരൊക്കെ ദുആ ചെയ്യാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ആരൊക്കെ പറയുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള സമാധാനവും രക്ഷയും എല്ലാവിധ കാവലും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ടുള്ള വലിയ രക്ഷയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും പരസ്പരം ദുആരക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഞാനും ദുആ ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.